സിംഗപ്പൂർ ഒരു പരിപാടി നടക്കണം. അപ്പോൾ ഹരിശ്രീ യൂസഫ് എന്ന് പറഞ്ഞ ആൾ വീണ്ടും ഉണ്ട്. അപ്പോൾ ഞങ്ങളുണ്ട്, കുറേ ആർട്ടിസ്റ്റുകളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ സിംഗപ്പൂരിലെത്തിയ ആദ്യത്തെ മലയാളി എന്നെങ്ങാണ്ട് പറയുന്ന ഒരാൾ എത്രയോ വർഷം മുമ്പ് 60-ലോ സിംഗപ്പൂർ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് എങ്ങാണ്ട് സിംഗപ്പൂരിലെത്തി എന്ന് പറഞ്ഞ് പുള്ളിയാണ് കണ്ടുപിടിച്ചതെന്നൊക്കെ പറഞ്ഞൊരു മലയാളിയെ കൊണ്ടുവന്നിട്ട് ചെറിയ ഷോയാണ്. അപ്പോൾ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല വയസ്സായി അദ്ദേഹത്തിന്, നല്ല വയസ്സായി. അപ്പം അദ്ദേഹത്തിന് ഈ ഷോയിലിട്ട് ആദരിക്കാനുള്ള പ്ലാനാണ് ഇവർക്കെല്ലാം കൂടെ. അപ്പം അതിൻ്റെ ഇൻ്റർവെല്ലിന് പുള്ളിക്ക് പൊന്നാട കൊടുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട്. സിംഗപ്പൂരിൽ ആദ്യ കാലത്ത് വന്ന ആളെന്നൊക്കെ പറഞ്ഞ് ആദരിക്കാനാണ്. ആ സമയത്ത് അദ്ദേഹത്തെ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരിക എന്ന് പറയുന്നത് ഒരു വലിയ പ്രോസസ്സാണ്. ഒരു 5 മിനിറ്റ് വേണം. അത് അത്രയും പ്രായമായുള്ള കൊണ്ടുവരാനൊക്കെ പാടാണ്. അപ്പം നേരത്തെ തന്നെ കൊണ്ടുവന്ന് സ്റ്റേജിൻ്റെ സൈഡിൽ തന്നെ ഇരുത്തിയിട്ട് കയറ്റാം എന്നുള്ള അങ്ങനെ അദ്ദേഹത്തെ കൊണ്ടുവന്നു. ഷോ നടന്നുകൊണ്ടിരിക്കുമ്പോൾ സ്റ്റേജിൻ്റെ സൈഡിൽ കൊണ്ടുവന്ന് ഗ്രീൻ റൂമിൽ കൊണ്ടുവന്നിട്ട് ഓരോരുത്തരായിട്ട്, അദ്ദേഹം സയൻറ്റിസ്റ്റാണ് അത്രേ. ഈ വന്നുള്ളൊരു എല്ലാ ഞങ്ങൾക്ക് വളരെ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹം വന്നു. ഒരാൾ ഞാനത് ഇത് ഇന്ന സാറാണ്, സയൻറ്റിസ്റ്റാണ്, 50 വർഷം മുമ്പ് സിംഗപ്പൂർ എത്തിയ ആളാണ് എന്ന് പറഞ്ഞ് കൊണ്ടുപോകും. നേരെ അടുത്ത രമ്യ അംബീഷൻ്റെ അടുത്ത് കൊണ്ടിട്ട് ഇത് ഇന്ന ആളാണ്, സയൻറ്റിസ്റ്റാണ്. അതായത് ഇങ്ങനെ എല്ലാവരെയും പരിചയപ്പെടുത്തി കേട്ടോ. ഒരു 10-30 പേരെ നമ്മളുമൊക്കെ സയൻറ്റിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് കാണുവാണല്ലോ ഒരാളെ കാണുന്നത്. പുള്ളിയും ഒരു കോട്ടൊക്കെ ഇട്ടിട്ട് യെസ് ഐ ഹാവ് സീൻ യു, ഐ ഹാവ് സീൻ സം ഓഫ് യുവർ ഷോസ് എന്നൊക്കെ പറയും. ഇത്രയൊക്കെ ഉള്ളൂ. പുള്ളിയും അവിടെ അന്ന് എത്തിയ ആളല്ലേ. അങ്ങനെ സിംഗപ്പൂരത്തേക്ക് സ്റ്റേജിൻ്റെ സൈഡിൽ കൊണ്ട് ഇങ്ങനെ ഇരുത്തി. അപ്പോൾ അവിടെ ഷോ ഒക്കെ അടക്കുക. ഇങ്ങനെ ഇരുത്തി പുള്ളി ഇങ്ങനെ ഇരുന്ന് ഷോ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പം ഹരിശ്രീ യൂസഫ് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഇയാളുടെ തട്ടെടുത്ത് വന്നിട്ട്, സാറേ യെസ് കുടിക്കാനുള്ള വെള്ളം എവിടെയാ? ഐ ഡോണ്ട് നോ. കുടിക്കണ വെള്ളം എവിടെയാണെന്നറിയാത്ത ആളാ ശാസ്ത്രജ്ഞൻ.